ശബരിമല നീലിമല പാതയിൽ ഭക്തർ തെന്നി വീഴുന്നത് പതിവാവുകയാണ്. മഴ കനത്തതോടെ 40 ഭക്തരാണ് ഇതിനിടയിൽ ഈ സമയത്തിനിടയിൽ നീലിമല പാതയിൽ വീണ് പരിക്കേറ്റത്. പാതയുടെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് ആരോപണമുയരുന്നുണ്ട്. അപകടങ്ങൾ പതിവായതോടെ നീലിമല പരമ്പരാഗത പാതയടച്ച് സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് ഭക്തരെ കടത്തിവിടുന്നത്. നീലിമല പാതയിലെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് തീർത്ഥാടകർക്ക് തെന്നി വീണ് പരിക്കേറ്റത്. കേന്ദ്ര സർക്കാരിന്റെ പ്രസാദം പദ്ധതിയിലൂടെ 12 കോടി മുടക്കി നീലിമല പാത പുനർനിർമ്മിച്ചിരുന്നു. അയ്യപ്പന്മാർ മല കയറുന്ന പാതകളിൽ കരിങ്കൽ പാളികൾ പാകിയായിരുന്നു നിർമ്മാണം. മഴക്കാലമായതോടെ കരിങ്കൽ പാളികളിൽ പായൽ പിടിച്ച് വഴുക്കലുണ്ടായതാണ് ഭക്തർ തെന്നി വീഴാൻ കാരണം. നിർമ്മാണ ഘട്ടത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകൾ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ വിമർശനമുന്നയിച്ചെങ്കിലും തിടുക്കത്തിൽ പദ്ധതി നടപ്പിലാക്കുകയായിരുന്നു. നിർമ്മാണത്തിലെ പാളിച്ചകൾ കാരണം ആദ്യഘട്ടത്തിൽ തന്നെ കരിങ്കൽ പാളികൾ പല സ്ഥലത്തും ഇളകി മാറിയ സ്ഥിതിയിലാണ്. കഴിഞ്ഞ 4 ദിവസമായി മഴ കനത്തതോടെ നീലിമല പാതയിലൂടെ ഭക്തർക്ക് സഞ്ചാരം തന്നെ ദുർഘടമായി. 40ഓളം പേരാണ് ഈ വഴിയിൽ തെന്നി വീണ് പരിക്കേറ്റത്. പലരുടെയും കാലിനും കൈക്കും തലയ്ക്കുമാണ് പരിക്കേറ്റത്. മല ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഭക്തരുടെ വലിയ തിരക്കാണ് സ്വാമി അയ്യപ്പൻ റോഡിൽ. കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും മുന്നിൽ കാണാതെ നിർമ്മാണം നടത്തിയതാണ് നീലിമല കാനനപാത അടച്ചിടേണ്ട സാഹചര്യത്തിലേക്ക് വഴിവെച്ചത്. ന്യൂസ് 18 പത്തനംതിട്ട.